Hi all, welcome back. ഇന്നൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ കുറേ ആയല്ലോ ഒരു DIY വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു DIY വീഡിയോ ആകാം. അപ്പോൾ ഞാനൊരു DIY wall art ആണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ പെയിന്റിംഗ് സ്കിൽസോ പെയിന്റോ ബ്രഷോ ഒന്നും വേണ്ട ഈ wall art ചെയ്യാനായിട്ട്. എനിക്ക് വലിയ പെയിന്റിംഗ് സ്കിൽസ് ഒന്നുമില്ല. അപ്പോൾ അതുപോലെ ഒത്തിരി പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമൽ wall art ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മിനിമൽ wall art ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. നമ്മൾ ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു wall artനൊക്കെ നല്ലൊരു റേറ്റ് ആവും. ഈസി ആയിട്ട് നമുക്ക് DIY ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ wall art പല ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു DIY ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് 2 ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഞാനിവിടെ ഡേയ്സോ ജപ്പാനിൽ നിന്ന് മേടിച്ചാണ്. കുറച്ച് നാൾ മുന്നേ മേടിച്ചാണ് കേട്ടോ. 7 dirhams ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം A3 പേപ്പറിന്റെ സൈസാണ്. ഈ ഒരു DIY ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സൈസ് ഏത് ടൈപ്പ് ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡോ എന്ത് വേണേലും എടുക്കാം കേട്ടോ. നെക്സ്റ്റ് വേണ്ടത് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ഞാൻ പല കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് wall art ഏത് കളർ വേണോ ആ കളറിലുള്ള ചാർട്ട് പേപ്പർ എടുക്കാം. എല്ലാ സ്റ്റേഷനറി കടയിലും കിട്ടും. പിന്നെ ചാർട്ട് പേപ്പർ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ സ്കൂളിലെ ആവശ്യത്തിനൊക്കെ ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കാണും ചാർട്ട് പേപ്പർ. അപ്പോൾ അതാണ് രണ്ടാമത് വേണ്ടത്. പിന്നെ വേണ്ടത് ഇതുപോലൊരു ഞാൻ A3 സൈസിൻ്റെ ഫോട്ടോ ഫ്രെയിം എടുത്തത് കൊണ്ട് തന്നെ ഞാൻ A3 സൈസിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്കെച്ച് ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫ്രെയിമിലാണോ യൂസ് ചെയ്യുന്നത് അല്ലെ ഏത് കാർഡ്ബോർഡ് ഏത് അതിൻ്റെ സൈസിലുള്ള ഒരു വൈറ്റ് കളർ പേപ്പർ വേണം. അത്രയേ ഉള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, നമ്മുടെ സ്കെയില്, ഗ്ലൂ സ്റ്റിക്ക്, പിന്നെ പെൻസില്, ഇറേസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഇനി നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ട് അകത്തെ ആ A3 ഷീറ്റ് എഴുതിയേക്കുന്ന ആ പേപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ അകത്ത് ആ A3 എഴുതിയേക്കുന്ന ഷീറ്റ് ഞാൻ മാറ്റുവാണ്. പക്ഷേ ഈ ഒരു കട്ടൗട്ട്, ഈ ഒരു വൈറ്റ് കളർ കട്ടൗട്ട് ഞാൻ കളയുന്നില്ല കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഔട്ട്ലൈൻ പോലെ ഇതിൻ്റെ നമ്മൾ wall art ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ പോലെ തന്നെ വെക്കാനായിട്ട് ഞാൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു wall art ആണ്. ഇപ്പം ഞാൻ എങ്ങനെ ചെയ്തു എന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ആ ഒരു സ്കെച്ച് ബുക്കിൽ നിന്ന് പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് പുറത്തായിട്ട് ഈ ഒരു ഔട്ട്ലൈൻ പോലെ വൈറ്റ് കളർ ഔട്ട്ലൈൻ പോലെ വെക്കാനാണ്. അപ്പോൾ ഈ ഒരു A3 ഷീറ്റ് വേണ്ട കേട്ടോ, അത് ഞാൻ മാറ്റുവാണ്. ഇവിടെയാണ് നമ്മൾ wall art ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ വെക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. കറക്റ്റ് മെഷർ ചെയ്ത് ഒരു റെക്ടാങ്കിൾ അതിനുള്ളിൽ വരച്ചിട്ട് അതിനകത്ത് നമ്മുടെ wall art ഒട്ടിച്ചാലും മതി. ഞാനിത് ഓൾറെഡി ഇത് തുറന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കട്ടൗട്ട് ഷീറ്റിന്റെ മെഷർമെന്റ് അനുസരിച്ച് നമ്മൾ wall art ചെയ്യാൻ പോകുന്ന ആ മെയിൻ പേപ്പറിൽ ഒന്ന് മെഷർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുവാണ്. കാരണം അതിനുള്ളിൽ വേണമല്ലോ നമ്മൾ wall art ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കട്ടൗട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു നീറ്റ് ലുക്കിന് വേണ്ടിയിട്ടാണ് ആ കട്ടൗട്ട് കളയാതെ വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ അളവ് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പിക്ചർ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ wall art ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണാം ഒരു $14 ആണ് ഒരു wall artന്റെ റേറ്റ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ DIY ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ബ്രൗൺ കളർ ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം നമ്മളൊരു ബോർഡർ വരച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കറക്റ്റ് മെഷർമെന്റിൽ ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ആർച്ച് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ആ പിക്ചർ കണ്ടല്ലോ അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിൽ നിങ്ങൾക്ക് കാണുമ്പോഴായിരിക്കും DIY ഒക്കെ എന്ന് പറയുന്നത് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒരു ലിഡൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേന്. ഇനി നമുക്ക് താഴെയുള്ള ആ ഒരു ഹാഫ് സർക്കിൾ ആ ഒരു പിക്ചറിലുള്ള പോലെ വരയ്ക്കാം. അതിന് ഞാനൊരു മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസിന്റെ കറക്റ്റ് അളവ് ഞാൻ എടുത്തൊന്ന് മാർക്ക് ചെയ്തു. അതിന് താഴെയായിട്ട് വേണം നമ്മൾ ഇനി ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കാനായിട്ട്.
അപ്പോൾ എൻ്റെ കയ്യിൽ കോമ്പസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു ലിഡൊക്കെ വെച്ചിട്ട് ഞാൻ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മേളിലത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട്, സാധാരണ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത ആ ഒരു വോൾ ആർട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാം. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി വോൾ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പെയിൻറ്റിങ് സ്കിൽസും വേണ്ട, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റും, എന്നാൽ അടിപൊളിയായിട്ട് വരികയും ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് വോൾ ആർട്ട് കൂടെ കാണാം. അതിന് ഞാൻ യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്രൗൺ ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്ന ചാർട്ട് പേപ്പറിന്റെ കളർ. അപ്പോൾ ഇതും സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സർക്കിൾ ഷേപ്പില്ലേ, അതിന്റെ കറക്റ്റ് ഹാഫ് സർക്കിൾ രീതിയിൽ മൂന്നും കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. അതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള നമ്മുടെ വീട്ടിലെ തീമിനനുസരിച്ചുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ആർട്ട് പീസിന് ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കളർ ഇതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഈക്വലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു മെഷർമെൻറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നതിന് പുറത്തോട്ട് പോകരുത്. നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഇത് മറഞ്ഞു പോകും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ആദ്യത്തെ പ്രൊസീജിയർ പോലെ തന്നെയാണ്. അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ടൈം ലാപ്സ് വെച്ച് വേഗം കാണിക്കാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് വോൾ ആർട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഫ്രെയിം ചെയ്തിട്ടുള്ള 2 വോൾ ആർട്ടും ഞാൻ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെന്നൊന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വോൾ ആർട്ട് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്, ഹാങ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഹാങ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫ്രെയിമായിട്ട് തന്നെ വേണമെങ്കിൽ ഹാങ് ചെയ്യാം. ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ പെയറായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഗാലറി വോള് പോലെ നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മിനിമൽ DIY വോൾ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഞാൻ വീഡിയോയിൽ പല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു DIY ആണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ. ബൈ.